സാഗര, ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് നീ ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല, നീ ഞെട്ടും. നമസ്കാരം. നമ്മുടെ നിലമ്പൂരുകാരനായ അമ്പൂക്ക ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ. 30 വർഷം MLA സ്ഥാനത്ത് ഇരുന്ന് ആവശ്യത്തിനധികം സ്വത്തുണ്ടാക്കുകയും ആവശ്യത്തിലധികം ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അമ്പൂക്കയ്ക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ ഒരു നാടകം കളിക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നു. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ വേണ്ടത്. കോടികളുടെ ബാധ്യതയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ടുകൊണ്ട് അമ്പൂക്ക ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. എന്തിനാണ് അമ്പൂക്ക രാജിവെച്ച് മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് അമ്പൂക്ക എന്നല്ലാതെ ഉത്തരമൊന്നുമില്ല. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അമ്പൂക്ക കഴിഞ്ഞ തവണ തുറന്നു പറഞ്ഞു എനിക്ക് ഏതാണ്ട് 500 കോടിയുടെ ആസ്തിയുണ്ടെന്ന്. ആ കണക്കിന് എനിക്കൊരു 500 കോടി രൂപയുടെ ആസ്തി ഇപ്പോഴും ഉണ്ട്, ഒരു തർക്കമില്ല. ഓ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? 500 കോടിയോ 1000 കോടിയോ ഒക്കെ അവിടെ ഇരിക്കട്ടെ, എങ്കിലും ഇപ്പോൾ ജനങ്ങൾക്ക് തന്നോടൊരു സഹതാപമുണ്ട്. ആ സഹതാപം മുതലെടുക്കണം. അതുകൊണ്ട് അമ്പൂക്ക കഴിഞ്ഞ ദിവസം വികാരഭരിതമായി ഒരു പ്രസ്താവന ഇറക്കി. റിക്വസ്റ്റ് ഫോർ ഇലക്ഷൻ ഫണ്ട്. നമ്മൾ വിശ്വസിക്കൂല, കാളെ കാട്ടുകളെ. നിങ്ങൾ എന്നെ ജയിപ്പിക്കണം, നിങ്ങൾക്ക് എനിക്ക് 1 രൂപയോ 10 രൂപയെങ്കിലും തരണം. ഞാനതിനെ കണക്കൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തുകയേയില്ല. ഇവൻ ആളും ഒന്നെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. നിങ്ങൾ എനിക്ക് പണം നൽകിയാൽ ആ വിവരം ഞാൻ നിങ്ങളുടെ പേഴ്സണൽ വിവരമാക്കി സൂക്ഷിക്കും. ഒരിക്കലും ആരും അറിയില്ല. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? കിട്ടിയ പണത്തിന്റെ കണക്ക് പുറത്തു വിട്ടാൽ മാത്രമല്ലേ പറയേണ്ടതുള്ളൂ. അതാണ് അമ്പൂക്കയുടെ ബുദ്ധി. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഈ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടുമെന്ന് അമ്പൂക്കായ്ക്ക് ഉറപ്പാണ്. മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് മത്സരിക്കുന്നത് മാത്രം. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുവാ. ആയിക്കോട്ടെ.